പറയാൻ നടന്ന സംഭവം അത് ഒരു ഗംഭീരമായ ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മീഡിയ പേഴ്സൺസ് ആണ് ഞങ്ങളെ ഇതിനെ സഹായിച്ചത്. ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു പ്രസ് കോൺഫറൻസ് എന്നതിലുപരി ഒരു ഇന്ററാക്ഷൻ സെഷനായിട്ട് നിങ്ങൾ എടുക്കണം. ഇവിടെ വന്ന് ഇത്രയും വളരെ ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾ എല്ലാവരും കൂടെ വന്നതിന് വളരെയധികം നന്ദി കൂടെ ഞാൻ പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയിലെ സ്വന്തം ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഇവര് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. മഞ്ജു പറഞ്ഞ മാതിരി തന്നെ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ വന്നതിൽ താങ്ക് യു സോ മച്ച്. നമ്മുടെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതിൽ നമ്മളെല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. ആൻഡ് മഞ്ജു പറഞ്ഞ മാതിരി തന്നെ കുറച്ച് പെർട്ടിനൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. സോ ഇനിയും ആൾക്കാർ ഈ സിനിമ നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ കാണും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അഗൈൻ താങ്ക് യു സോ മച്ച് ടു ദ പ്രസ് ഫോർ കമ്മിങ് ഹിയർ. ഇറ്റ് മീൻസ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം. മഞ്ജു ചേച്ചിയും ശ്രുതിയും പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഇപ്പൊ നമുക്ക് സംസാരിക്കാനുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൽ കുറച്ചും കൂടി ഫാമിലി അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ചും കൂടി ഈ സിനിമ കുറച്ചധികം കാണണം, അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളതല്ല, ഇതിനകത്ത് നമ്മൾ സ്ഥിരം വരുന്നതായ സ്ത്രീപക്ഷ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതിനകത്ത് കാണുമ്പോഴേക്കും ഒരു മെയിൽ ഷോമിൻസ് അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസ് ആണ് എടുത്ത് കാണിക്കുന്നത്. എനിക്ക് അത് തന്നെ എടുത്ത് കാണിക്കാനാണോ ഈ സിനിമയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്? ഐ തിങ്ക് സോ. അത് ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാണുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഐ തിങ്ക് ഈ സിനിമ പറയുന്ന ചില കാര്യങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് മേക്കേഴ്സ് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇത് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ മറുവശം നോക്കുമ്പോഴേക്കും എല്ലാ നല്ലത്തിനും ഒരു മോശം എന്ന് പറയുന്ന പോലെ മറുവശം നോക്കുമ്പോഴേക്കും പുരുഷന്മാർ ഇങ്ങനെ ആയി പോകുന്നുണ്ട്, ഇങ്ങനെയാണ് കൂടുതൽ ഫാമിലീസിൽ നടക്കുന്നത്, അങ്ങനെ ഒരു ചർച്ച കൂടെ ഉണ്ടായിരുന്നു. അതും അങ്ങനെ ഒരു വേണ്ടതൊരു മെസ്സേജ് കൂടി അതെന്താ പറ്റിയെന്ന് എനിക്കറിയാം. സോറി, ആ ഫ്ലോ അറിയില്ലേ, പറയൂ. അതായത് ഇപ്പം എല്ലാ നല്ല വശങ്ങൾക്കും ഒരു മോശം എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുരുഷന്മാരിലെ ഒരു കൂട്ടം ഇങ്ങനെയാണ് മേജർ ഫാമിലീസിൽ ഇങ്ങനെ കാര്യങ്ങളാണ് നടന്നു എന്നുള്ളത് എടുത്ത് കാണിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇതിൽ പോകുന്നില്ല, അങ്ങനെ ചർച്ച വന്നായിരുന്നു. ഇല്ല, അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിലൊരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മൾ എവിടെയും കാണിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ തന്നെ ആവശ്യമില്ല. ഐ ഫീൽ ലൈക്ക് നമ്മളൊരു സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. സിനിമ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ. അതിന്റെ കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും ഗ്രേ ആണ്. ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായമല്ല ഉള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒരു സിനിമയാണ്. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സൊസൈറ്റിയിലെ ഡിവോഴ്സ് റേറ്റുകൾ കൂടി വരുവാണ്. അതായത് അവരോട് ഒരു തവണ പബ്ലിക് റെസ്പോൺസ് എടുത്തപ്പോൾ അവർ പറഞ്ഞാണെന്ന് വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് ഇനി ഒരാളെ എന്തിട്ട് ഡിപ്പെൻഡ് ചെയ്യണം, എനിക്കൊരു ഫാമിലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പിന്നെ എന്തിനാണ് ഒരു ഫാമിലി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുന്ന അനുസരിച്ച് ഫാമിലി വാല്യൂ കുറയുകയല്ലേ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഒന്ന് പറയാൻ രണ്ടും ഡിവോഴ്സ് പോവുക. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാനും ഇതിനെ കുറിച്ച് കുറെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ്? രണ്ടുപേര് ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ? അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ എൻ്റെ ഇതില് രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം, റെസ്പെക്ട് ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്.
അത് ഒരു മാരീഡ് ലൈഫ് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് എന്ത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവിടെയും ഒരു റെസ്പെക്റ്റും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ഈ കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വി അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ ആസ് പീപ്പിൾ. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100% നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു കാൺട്ട് ലിവ് ടുഗെദർ, യു കാൺട്ട് ലിവ് ടുഗെദർ. ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ്, ഇറ്റ്സ് ബെറ്റർ ടു ഹാവ്, ഐ മീൻ അവിടെ കുട്ടികൾ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് 2 ഹാപ്പി പേരൻസ് ദെൻ 2 അൺഹാപ്പി, എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ്. അപ്പൊ ആ കുട്ടിക്ക് 2 അച്ഛനും അമ്മയും ഒന്നിച്ചല്ല എന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് ഇസ് വാച്ചിങ് 2 വെരി ഹാപ്പി പീപ്പിൾ. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. അതിന് ഐ ഗെസ് നമ്മൾ ഇനി വെൻ വി ഗെറ്റ് ഇൻ ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ, അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാണ്ട്സും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ വാണ്ട്സും നീഡ്സും അറിയാം. അതന്നെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഈ സിനിമയിലാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഇപ്പം മെയിൽ ഷോവിനിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അജിത്തേട്ടൻ ഒറ്റയ്ക്ക് മീശ പിരിച്ച് സുരാജേട്ടന്റെ ഒരു മിററിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ശ്രുതി ചേച്ചിയും ബിജുചേട്ടന്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം അങ്ങനത്തെ 2 തരത്തിലുള്ള ഫാമിലീസും ഉണ്ട്. നമുക്കിതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റോഷ് ചേച്ചിയുടെ ഉണ്ണിയേട്ടന്റെ ഫാമിലിയാണ്. അപ്പം ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്നു, ഐഡിയൽ ആയിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകൾ ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിലാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്, ഒരു പിന്നീട് ഒരു സൊല്യൂഷൻ കാണിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. ഇപ്പൊ ഈ ബിജു മേനോന്റെ ഫാമിലി ഒരു ഐഡിയൽ ഫാമിലി ആണെന്നത് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ല. പക്ഷെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പുള്ളിയാണെങ്കിൽ വീട്ടിൽ വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കാണുമ്പോഴത്തേക്ക് പുള്ളി എല്ലാവർക്കും ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നിൽക്കിപ്പം പോലീസ് സ്റ്റേഷൻ സീൻസിലാണെങ്കിൽ അവിടെ നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഐഡിയൽ ആണെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. കാണുമ്പം എങ്ങനെയാണോ നമുക്ക് ഫീൽ കിട്ടുന്നത് അതാണ് ഐഡിയൽ അല്ലേ? അങ്ങനെയല്ല പറയുന്നത്. അതേസമയം തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഇപ്പം അതിൽ 2 ഫാമിലിയിൽ ഓരോ കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത്രയും, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അത്രയും കരയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും, വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയിൽ. അതാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത്. 2 ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഫാമിലി ഉണ്ട്, അങ്ങനത്തെ ഫാമിലി ഉണ്ട്. ഓൾസോ തിങ്ക് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളെ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റ്. അപ്പോൾ ഓൾസോ അതിന് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് ടു ദ മീഡിയ, താങ്ക്സ് ടു എക്സ്പോഷർ, അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ കേസിന് പോവാത്തത്? ഓഫ്കോഴ്സ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഓൾസോ സോഷ്യൽ കണ്ടീഷനിങ്, അപ്പൊ അതിപ്പോ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കുറെ രീതി, സെപ്പറേഷനിലാണെങ്കിലും ഡിവോഴ്സിലാണെങ്കിലും സ്ത്രീകൾ പുറത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട്. ഫാമിലി ഉണ്ടാവാം, അവരുടെ അച്ഛൻ അമ്മ സൊസൈറ്റി, 2 ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് അവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവരാരും ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി, കുട്ടികളുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ അങ്ങായി. അപ്പൊ അവർക്ക് ഇനി ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം. അപ്പൊ എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, എല്ലാ വുമൻസിനോടും പറയാനുള്ളത്, ഇൻഡിപെൻഡന്റ്ലി ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആവണം. അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാലും അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ആ തീരുമാനം എടുത്തതെങ്കിലും. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. Last week.
അനീഷ്